ഇതിലങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ആരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സംഗതിയിൽ അദ്ദേഹം പ്രതികരിച്ചാവുന്നതാണ് തോന്നുന്നത്. ഇത് 2018 ആദ്യമായി ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളല്ല രജിസ്റ്റർ ചെയ്യുന്നത്. 2018 രജിസ്ട്രേഷൻ നടക്കുന്നു. അന്ന് റഷീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ, അഥവാ ലീഗിൻ്റെ ചെയർമാൻ. UDFൻ്റെ വഖഫ് ബോർഡായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ആ സമയത്ത് രജിസ്റ്റർ ചെയ്താണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നത്, അതിൽ എൻട്രി ചെയ്യണം. രജിസ്ട്രേഷൻ അല്ല ശരിക്ക്, അതിലൊരു എൻട്രിയാണ്. എൻട്രി ചെയ്യണം എന്ന് അപ്ലോഡ് ചെയ്യണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശമുണ്ട്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രോസസ്സാണ്. കേരളത്തിലും ഈ പണി നടക്കുന്നുണ്ട്. കേരളത്തിൽ 59,000-ഓളം വഖഫ് പ്രോപ്പർട്ടീസാണ് ഇങ്ങനെ കയറിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ മുനമ്പം അതിൽ പെട്ട ഒന്നാണ് അങ്ങനെ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പോകുന്ന പോക്ക് എന്ന് 17-ാം തീയതിയാണ്, മെയ് 17-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ദിവസം. മെയ് 17-ാം തീയതി കഴിഞ്ഞാൽ ഇത് കയറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് മെയ് 17-ന് മുമ്പ് അവസാനമായി ഇതുപോലെ കയറ്റിയത്. ഇത് മാത്രമല്ല, വഖഫ് ബോർഡ് നേരിട്ട് 300-ലധികം കേസുകൾ ഇങ്ങനെ കയറ്റിയിട്ട് വന്നിട്ടുണ്ട്. മൊത്തം 59,000-ഓളം പ്രോപ്പർട്ടീസാണ് കയറിയിട്ടുള്ളത്. ആക്ഷേപം മാത്രമേ ഉള്ളൂ. വസ്തുതകൾ പരിഗണിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 17-ാം തീയതിക്ക് മുമ്പ് ഇത് കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബോർഡ് ഉത്തരവാദിയാണല്ലോ. ബോർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബാധ്യതയാണ് 17-ാം തീയതിക്ക് മുമ്പ് കേരളത്തിലെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഉമീദ് പോർട്ടലിൽ എൻട്രി ചെയ്യുക എന്നത് ബോർഡിൻ്റെ മുകളിലുള്ള നിയമപരമായ ബാധ്യതയാണ്. അത് 17-ാം തീയതി കഴിഞ്ഞ് ചിലപ്പോൾ അവസാനമായിട്ട് കുറേ താമസിക്കും, കാത്തിരിക്കും. സ്വമേധയാ എല്ലാ മുത്തവല്ലിമാരും കയറ്റുന്നുണ്ടോ എന്ന് കാത്തിരിക്കുമല്ലോ. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ബോർഡ് ചിലത് കയറ്റുമല്ലോ, തീരെ നിവൃത്തിയില്ലെങ്കിൽ. അങ്ങനത്തെ കയറ്റിയ കൂട്ടത്തിൽ ഇതെല്ലാം പെട്ടു. അങ്ങനെ 59,000 പൂർത്തിയാക്കിയ കൂട്ടത്തിൽ ഒന്ന് മാത്രമേ മുനമ്പം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഇതൊന്ന് വിളിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇതത്ര പ്രശ്നമാവില്ല. അങ്ങനെ ഒരു വിഷയമല്ല. ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള താമസക്കാർ ബോർഡിൻ്റെ ശത്രുപക്ഷത്തല്ല. അവിടുത്തെ താമസക്കാർ അവർ നിരപരാധികളാണ്, അവർ വഞ്ചിക്കപ്പെട്ടവരാണ്, അവർ ചതിക്കപ്പെട്ടവരാണ്, അവരാ വിക്ടിംസാണ്. പക്ഷേ യഥാർത്ഥ കൾപ്രിറ്റ് ആരാണ്? വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞ്, ഇത് വിൽപ്പന അധികാരമില്ലാത്ത പ്രോപ്പർട്ടിയാണെന്ന് അറിഞ്ഞ് ഇതിനെ വേറെ അഡ്വക്കേറ്റ് TV പോൾ എന്ന ഒരാൾക്ക് മുക്തിയാറവകാശം കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചത് ഫാറൂഖ് കോളേജ് അധികാരികളാണ്. ആ ഫാറൂഖ് കോളേജാണ് ഇതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റ്. അവരും ഈ അഡ്വക്കേറ്റ് TV പോളും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൃത്രിമമായ ആധാരങ്ങളിലാണ് അതിൽ പെട്ടവരാണ് അവിടെയുള്ള താമസക്കാർ. അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. പ്രശ്നപരിഹാരത്തിൻ്റെ കൂടെ അവരുടെ പ്രശ്നം കൂടി പരിഹരിക്കണം. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഭിന്നാഭിപ്രായമില്ല. പക്ഷേ വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ.